ചരിത്രപ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം ബസിലിക്കയിൽ ഈ വർഷത്തെ പെന്തക്കോസ്ത് തിരുനാളിന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് എമരിറ്റൂസ് മോസ്റ്റ് റവറന്റ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ കൊടിയേറ്റിയതോടെ തുടക്കമായി. ഞങ്ങളുടെ സൃഷ്ടാവും നിയന്താവുമായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനും പരിശുദ്ധാത്മാവിന്റെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുവാൻ പോകുന്ന ഈ പതാകയെ കനിഞ്ഞ് ആശീർവദിക്കണമേ. ഈ പതാക ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആചരിക്കുന്ന തിരുനാൾ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് കാരണമാകട്ടെ. ഈ പതാക ആകാശത്തേക്ക് ഉയരുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്വർഗത്തിൽ എത്തിച്ചേരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. തുടർന്നുള്ള ദിവ്യബലിയിൽ അദ്ദേഹം മുഖ്യ കാർമ്മികനായിരുന്നു. ഫാദർ ലാസർ സിൻഡോ തൈപ്പറമ്പിൽ പ്രസംഗിച്ചു. പോർച്ചുഗീസ് മിഷണറിമാരാൽ AD 1524 വിമോചകനാഥയുടെ തിരുച്ചിത്രം സ്ഥാപിച്ചതും പിൽക്കാലത്ത് പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ നാമത്തിൽ പ്രശസ്തി ആർജിച്ചതുമായ വല്ലാർപാടം ബസിലിക്ക പരിശുദ്ധ അരൂപിയുടെ നാമധേയത്തിലുള്ള ഏഷ്യയിലെ ഏക ദേവാലയമാണ്. 6 നാൾ നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾ 8-ന് ഞായറാഴ്ച സമാപിക്കും. തിരുനാൾ ദിനങ്ങളിലെ തിരുക്കർമ്മങ്ങളിൽ ഫാദർ ജെയിംസ് ജോസഫ്, ഷൈജു തോപ്പിൽ, ഫാദർ ജോസഫ് തട്ടാരശ്ശേരി, വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, ചാൻസലർ ഫാദർ എബ്ജിൻ അറക്കൽ എന്നിവർ മുഖ്യ കാർമ്മികരായിരിക്കും. സമാപന ദിനത്തിലെ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ റവറന്റ് ഡോക്ടർ ആന്റണി വാലിങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ വിപിൻ ചൂതംപറമ്പിൽ പ്രസംഗിക്കും. ജൂൺ 15 ഞായറാഴ്ചയാണ് 8ാം തിരുനാൾ. 25 പേരടങ്ങുന്ന പ്രസൂതേന്തി കൂട്ടായ്മയാണ് തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ബസിലിക്ക റെക്ടർ ഫാദർ ജെറോം ചമണിക്കോടത്ത്, സഹവികാരിമാരായ ഫാദർ ആന്റണി ഷൈൻ കാട്ടുപറമ്പിൽ, ഫാദർ ജീബു വർഗീസ് തൈത്ര, ഫാദർ ഷിബു ചാത്തനാട്, ഫാദർ മിക്സൺ റാഫേൽ പുത്തൻപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകും.